SSLC മാത്സിലെ ഏറ്റവും ടഫ് ചാപ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ ട്രിഗ്നോമെട്രി ആയിരിക്കും. നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അലൻ സാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുൾ ഫോർമുല ആൻഡ് ക്വസ്റ്റ്യൻസ് എല്ലാ ടൈപ്പ് സാധനങ്ങളും കവർ ചെയ്ത് തരാൻ പോകുന്നു വെറും 10 മിനിറ്റിൽ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഓണസ്റ്റ് ഫീഡ്ബാക്ക് ഒന്ന് കമൻസിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 ട്രയാങ്കിൾ 45-45 90 ആൻഡ് 30-60-90. നിങ്ങൾ ഈ ചാപ്റ്റർ മിക്ക ക്വസ്റ്റ്യൻസിലും ഇത് വെച്ചാൽ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ് ഒരു 45-45-90 ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഒരു 45 മറ്റേ 90. 45ൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും 1 ആണെങ്കിൽ മറ്റേ 45ൻ്റെ ഓപ്പോസിറ്റ് 1, അതാണ് താഴത്തെ റേഷ്യോ വരെ. 45ൻ്റെ ഓപ്പോസിറ്റ് 1, മറ്റേ 45ൻ്റെ ഓപ്പോസിറ്റ് സെയിം നമ്പർ. അങ്ങനെയാണെങ്കിൽ 90ൻ്റെ ഓപ്പോസിറ്റ് എന്താണ് √2 ആണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഈ റേഷ്യോയുടെ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വേറെ ട്രയാങ്കിൾ വരച്ചാൽ ഒരു 45 ഞാൻ വരച്ചു, ഇവിടെ 90 വരച്ചു. മറ്റേ ആംഗിൾ 45 ക്വസ്റ്റ്യനിൽ വരില്ല, പക്ഷെ നമുക്ക് മനസ്സിലായി ഒരു 45-90 ആണ്, മറ്റേ 45 ആണെന്ന്. ബുദ്ധി. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 45ൻ്റെ ഓപ്പോസിറ്റ് 1 അല്ല, ഈ പ്രാവശ്യം 2 തന്നു. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഈ 45ൻ്റെ ഓപ്പോസിറ്റ് 2 ആണ്. ഈ 90ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? 2√2. അത് മനസ്സിലാക്കാനാണ് റേഷ്യോ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ റേഷ്യോ വരുന്നത് 45-45-90. ബൈ ഹാർട്ട് പിടിച്ചോ. 1:1:√2. ഓപ്പോസിറ്റ് ആണ്. 45ൻ്റെ ഓപ്പോസിറ്റ് ഈ പ്രാവശ്യം 2 വന്നു, അപ്പോൾ 2√2. ഓക്കെ, ഇനി 45ൻ്റെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യനിൽ മാറിയിട്ട് 3 വന്നു, അവിടെ 3√2. സിമ്പിൾ അല്ലേ? ഇനി ഇതേ സാധനം തിരിച്ച് വന്നാലോ? നമുക്ക് 45ൻ്റെ ഓപ്പോസിറ്റ് 90ൻ്റെ ഓപ്പോസിറ്റ് എന്താ? ക്വസ്റ്റ്യനിൽ ഞാൻ ഇവിടെ വരച്ചുതരാം, ക്വസ്റ്റ്യനിൽ ഞാൻ മാറ്റി തരാം. നോക്കിയാൽ 90ൻ്റെ ഓപ്പോസിറ്റ് 5√2 വന്നു. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ 5√2 വന്നു. അപ്പം 45ൻ്റെ ഓപ്പോസിറ്റ് എന്താ? ആ √2 എടുത്ത് കളെ 5√2. ഇനി ഇതിൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻ, ട്രിക്കി ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് വരിക? സി, നമ്മുടെ 90ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഇപ്പൊക്കെ √2 ഉണ്ട്. ഈ √2 ഇല്ലാതെ വരും. ഫോർ എക്സാമ്പിൾ 7 വന്നു വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? അപ്പം ഇവിടെ 45ൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക? ഇത്രേ ഉള്ളൂ, 7/√2 ഡിവൈഡഡ് ബൈ √2. ഇവിടെ 7/√2. ഓക്കെ, അപ്പോൾ 7/√2 7/√2 ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എക്സാമിന് എന്താണെങ്കിലും വരും. അപ്പോൾ ഫസ്റ്റ് കോൺസെപ്റ്റ് കഴിഞ്ഞു. സെക്കൻഡ് കോൺസെപ്റ്റ് സെയിം സംഭവം തന്നെയാണ്. 30-60-90. ഓക്കെ, 30ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? 1. 60ൻ്റെ ഓപ്പോസിറ്റ് അത് ഇൻറ്റു √3. ഓക്കെ, 90ൻ്റെ ഓപ്പോസിറ്റ് എന്താ? 30-90 നമ്മളൊരു ബന്ധമുണ്ട് കേട്ടോ. 30ൻ്റെ ഓപ്പോസിറ്റ് എന്താണോ അതിന് ഡബിൾ ആണ് 90ൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ ഒരു സിമ്പിൾ ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുകയാണ്. ഇവിടുത്തെ 30 60 തരൂല. 60 നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. 60 ഫോർ എക്സാമ്പിൾ ഇവിടെ 3 ആണെങ്കിൽ, ഓക്കെ, 30ക്ക് ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് 3√3 ആൻഡ് 90ക്ക് ഓപ്പോസിറ്റ് 30ൻ്റെ ഡബിൾ 3ൻ്റെ ഡബിൾ 6. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി നോക്കാം 30 60 90. അപ്പം 1√3 2 1 2 3 അല്ല, 1 2√3 അല്ല, 1√3 2. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? 2√3 ആൻഡ് 2ൻ്റെ ഡബിൾ എന്താ? 4. ഓക്കെ, 3√3 ആദ്യത്തെ നമ്പറിൻ്റെ ഡബിൾ എന്താണ്? 6. ഓക്കെ, തിരിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ 10 തന്നാൽ 90ൻ്റെ ഓപ്പോസിറ്റ് 10 തന്നാൽ എന്താ ചെയ്യാം? 90ൻ്റെ ഓപ്പോസിറ്റ് എന്ത് തന്നാലും നോക്കിയേ അവൻ്റെ പകുതിയാണ് 30ൻ്റെ ഓപ്പോസിറ്റ്. അപ്പം നോക്കിയേ 2ൻ്റെ പകുതി 1, 4ൻ്റെ പകുതി 2, അപ്പോൾ 10ൻ്റെ പകുതി എത്രയാണ്? 5. ഇനി രണ്ടാമത്തെ ആൾ 60ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്പറിന് ഇവിടെ ഒരു √3 ഇട്ട് കൊടുക്കുക, 5√3. ഇത്രയേ ഉള്ളൂ സംഭവം. സിമ്പിളായിട്ട് മനസ്സിലായല്ലോ. ഈ 2 ട്രയാങ്കിൾ റേഷ്യോ പഠിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ നിങ്ങൾ 90% ചാപ്റ്ററിലെ 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ സെറ്റാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ എല്ലാ കാര്യം പഠിക്കണം. നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഫുൾ ലൈവ് ക്ലാസ് ആയിട്ട് എടുത്തിരുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ റെക്കോർഡിംഗ് കിട്ടും. വർക്ക്ഷീറ്റ്സും PYQs എല്ലാം കവേർഡ് ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേദന ജോയിൻ ചെയ്യാം, ആ നമ്പറിൽ നോക്കിയിട്ട്. ഓക്കെ, ഇനിയാണ് നമുക്ക് പഠിക്കാനുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു. എന്താണ് പഠിച്ചത്? നമ്മൾ 2 ടൈപ്പ് ട്രയാങ്കിൾ പഠിച്ചു. ഇനി ഏത് ടൈപ്പ് ട്രയാങ്കിൾ വന്നാലും ഈ പേര് പഠിക്കണം. സൈൻ, കോസ്, ടാൻ. സിൻ, കോസ്, ടാൻ എന്താണ് പഠിക്കേണ്ടത്? സൈൻ എക്സോ എന്തെങ്കിലും ഇവിടെ എക്സോ വൈയോ ചക്കയോ മാങ്ങയോ തേങ്ങ എന്ത് വേണം തന്നോട്ടെ. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ എക്സ് ഇവിടെയാണ്. എക്സിൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? എക്സിൻ്റെ ഓപ്പോസിറ്റ് ആണ് അപ്പുറത്തെ സൈഡിലുള്ളത്, അത് എതിർ വർഷം എന്ന് പറയും. ഓക്കെ, എക്സിൻ്റെ അടുത്തുള്ള ആൾ ഇതാണോ? എടോ 90ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആൾ എപ്പോഴും ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. ഓക്കെ, അവൻ കർണം, അപ്പോൾ അവനാവൂല അഡ്ജസെൻറ്റ്, സമീപം. എക്സിൻ്റെ അപ്പുറത്തെ അഡ്ജസെൻ്റ് ആണ്, അതാണ് സമീപം അഥവാ അഡ്ജസെൻറ്റ്. ഇനി സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻറ്റ്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് 4 ആണ്, ഇവിടെ 3 ആണെങ്കിൽ 4/3 വരും. കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസെൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസെൻറ്റ് ആരാണ്? ഇത്. ഓക്കെ, സോറി, ഞാൻ ഇവിടെ ഇതിൽ ഹൈപ്പോട്ടന്യൂസ് വരും കേട്ടോ. അപ്പോൾ ഇവിടെ 4 ഇവിടെ 5 ആണെങ്കിൽ എതിർ വർഷം ബൈ കാരണം 4/5 വരും. കോസ് എന്ന് പറയുമ്പോൾ എന്താണ്? അടുത്തുള്ള ആൾ 3 ആണെങ്കിൽ 3 ഹൈപ്പോട്ടന്യൂസ് 3/5 വരും. ടാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ്. ഓക്കെ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻറ്റ്. അപ്പോൾ എന്താണ്? 4/3.
ഇങ്ങനെ വരും. ഈ നമ്പർ എഴുതാൻ നിങ്ങൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാനിന് വേറൊരു പ്രത്യേകത ഉണ്ട്, സൈൻ ബൈ കോസ് എന്ന് പറയും. വേറൊരു ട്രിക്ക് ഇത് അറിയുന്നവരും കമൻറ്റ് ചെയ്തേ. സോ കാ ടൊവ, ടൊവ എന്ന് തന്നെ പഠിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? SOHCAHTOA. ഇത് പഠിക്കാൻ വേണ്ടി ട്രിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോ കാ ടൊവ എന്ന് തന്നെ പഠിക്കണം, അല്ലേ തെറ്റും. ഇനി ഈ ടേബിളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ടേബിൾ പഠിച്ചാൽ നിങ്ങൾക്ക് സൈൻ കോസ് ടാൻ്റെ എല്ലാ വാല്യൂസും മനസ്സിലാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഞാൻ ട്രിക്ക് വെച്ച് പറഞ്ഞുതരാം. ഇനി ആ ട്രിക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ട്രയാങ്കിൾ വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റുക? സൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ കർണ. അപ്പം സൈൻ 30 എത്ര വരിക? ഇവിടെ ഒരു 30 കണ്ടോ? 30. 30ൻ്റെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് എടുത്ത് 1/2. അപ്പോൾ എത്രയാ? ഇവിടെ 1/2. സൈൻ 45 എങ്ങനെ കണ്ടുപിടിക്കുക? സൈൻ 45 എന്ന് പറഞ്ഞാൽ 45 ട്രയാങ്കിൾക്ക് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/√2. അതേപോലെ 60 എങ്ങനെ കണ്ടുപിടിക്കുക? സൈൻ 60 എന്ന് പറയുമ്പോൾ 60ൻ്റെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അപ്പോൾ √3/2. ഇങ്ങനെ നിങ്ങൾക്ക് ബാക്കിയുള്ളതും കണ്ടുപിടിക്കാം. പക്ഷേ ഇതിൽ രസമുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ 3 ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവൻ മിസ്സിംഗ് ആയിരിക്കും. അപ്പം കുഴപ്പമൊന്നുമില്ല, മിക്ക എക്സാമിന് ആ നടുക്കിലുള്ള ആൾക്കാരെ വേണ്ടി വരിക. പക്ഷേ ഫുൾ ടെക്നിക്ക് പഠിക്കാൻ വേണ്ടി ട്രിക്ക് പറഞ്ഞുതരാം. വളരെ ഇമ്പോർട്ടൻറ്റ് ട്രിക്കാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തോ. ട്രിക്ക് ഇത്രേ ഉള്ളൂ. ആദ്യം തന്നെ നിങ്ങൾ 0 to 4 നമ്പേഴ്സ് എഴുതാം. നോക്കിയേ, ഞാൻ സൈൻ്റെ 2 കോളം ഉണ്ടാക്കിയിട്ടുണ്ട്, 2 റോ. നോക്കിയേ, 0 1 2 3 4. 0 to 4 എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? എല്ലാവരും ഡിവൈഡഡ് ബൈ 4, എല്ലാവരെയും 4 വെച്ചിട്ട് ഹരിക്കുക. 4 വെച്ച് ഡിവൈഡ് ചെയ്തു, 4 വെച്ച് ഡിവൈഡ് ചെയ്യുക, 4 വെച്ച് ഡിവൈഡ് ചെയ്യുക, 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? സ്ക്വയർ റൂട്ട് ഇടുക. സ്ക്വയർ റൂട്ട് ഇട്ടു, സ്ക്വയർ റൂട്ട് ഇട്ടു, സ്ക്വയർ റൂട്ട് ഇട്ടു, സ്ക്വയർ റൂട്ട് ഇട്ടു, സ്ക്വയർ റൂട്ട് കഴിഞ്ഞു. ഇതിലുള്ള സംഭവം. ഇനി ഞാൻ താഴത്തെ ലൈനിൽ എഴുതാൻ പോകുന്ന കറക്റ്റ് വാല്യൂസ് ആ സിംപ്ലിഫൈഡ്. അവിടെ 0 ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്കിയാൽ 0 ഡിവൈഡഡ് ബൈ ഏതൊരു നമ്പർ 0 ആണ്. 0ൻ്റെ സ്ക്വയർ റൂട്ട് 0 ആണ്, അപ്പോൾ 0 കിട്ടി. അപ്പോൾ ഇവിടെ 0. ഇനി 1ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 1. 4ൻ്റെ സ്ക്വയർ റൂട്ട് 2, അപ്പോൾ എന്താ? 1/2. ഇവിടെ 2/4 ഞാൻ കട്ട് ചെയ്തിട്ട് റൂട്ട് 1/2 എന്നാക്കുന്നു. 1ൻ്റെ റൂട്ട് 1, റൂട്ട് 2ൻ്റെ റൂട്ട് 2 റൂട്ട്, ഓക്കെ, റൂട്ട് 2. ഇവിടെ എന്താണ്? റൂട്ട് 3 അങ്ങനെ തന്നെ. 4ൻ്റെ റൂട്ട് എന്താണ്? 2. ആൻഡ് 4/4 കട്ട് ചെയ്താൽ റൂട്ട് 1 വരും, അപ്പോൾ 1 ആണ് ആൻസർ. അപ്പോൾ എനിക്ക് വാല്യൂസ് കിട്ടി 0, 1/2, 1/√2, √3/2, 1. ഇപ്പം നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുന്ന പോലെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് എഴുതി ഇതേ സെയിം സാധനം തിരിച്ചൊന്ന് എഴുതിയാൽ കോസ്റ്റിൻ്റെ വാല്യൂസ് കിട്ടും. ഒരു പ്രാവശ്യം പഠിച്ച ബൈ ഹാർട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ എഴുതി എല്ലാം തിരിച്ചെഴുതിക്കേ. 1 ഞാൻ അവസാനത്തെ ആളെ ഫസ്റ്റ് എഴുതുന്നു. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് ആളെ സെക്കൻഡ് എഴുതുന്നു. ഓക്കെ, √3/2. 1/√2 രണ്ടാൾക്ക് മാച്ച് ആവും. ഓക്കെ, പിന്നെ സെക്കൻഡ് ആൾ സെക്കൻഡ് ലാസ്റ്റായി 1/2 ആൻഡ് ഇവിടെ 0 ഇങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, 0 ഇവിടേക്ക് വന്നു. അപ്പോൾ സൈൻ പഠിച്ചാൽ കോസ് തിരിച്ചെഴുതും, അത്രേ ഉള്ളൂ. സൈൻ 90 കോസ് 0 ആണ്, സൈൻ 60 കോസ് 30 ആണ്, സൈൻ 45 കോസ് 45 സെയിം ആണ്. ഓക്കെ, ഇനി ടാൻ എങ്ങനെ കണ്ടുപിടിക്കാം? സൈൻ ബൈ കോസ്. ടാൻ 0 ചെയ്യണമെങ്കിൽ ഈ നമ്പർ ഡിവൈഡ് ബൈ ഈ നമ്പർ. 0/1 എത്രയാ? 0/1 എന്ന് പറയുമ്പോൾ 0. ഈ നമ്പർ ഡിവൈഡ് ബൈ ഈ നമ്പർ, ഡിനോമിനേറ്റർ സെയിം ആണ്, മറന്നോ? അപ്പോൾ 1/√3, 1/√3. ഇത് ഡിവൈഡ് ബൈ ഇത് നമ്പർ സെയിം നമ്പറാണ്, അപ്പം 1 വരും നേരെയും താഴെ. ഓക്കെ, ഇത് ഡിവൈഡ് ബൈ ഇത് കിട്ടുമ്പോൾ √3 കിട്ടും. ആൻഡ് താഴെ ലാസ്റ്റ് ടാൻ 90 എത്ര? 1 ഡിവൈഡ് ബൈ 0 നോട്ട് ഡിഫൈൻഡ്. അത് നിങ്ങളോട് ചോദിക്കില്ല, ചോദിക്കുകയാണെങ്കിൽ നോട്ട് ഡിഫൈൻഡ് എഴുതുക. അറിയില്ല, നിങ്ങൾക്ക് നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അതോടെ നിങ്ങൾ ടേബിൾ പഠിച്ച് ഇഷ്ടമുള്ള ട്രിക്ക് ഉപയോഗിച്ച് ഇത് വേണം ഉപയോഗിക്കുക, അത് വേണം ഉപയോഗിക്കുക. ഓക്കെ, ഇനി 2 കോൺസെപ്റ്റ് ഉള്ളൂ. കോഡിൻ്റെ ലെങ്ത്. ഒരു സർക്കിൾ കിട്ടുകയാണെങ്കിൽ, ഓക്കെ, ഒരു സർക്കിൾ ഉണ്ട്, അത് സെൻട്രൽ സി ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സി ആംഗിൾ, സെൻട്രൽ ആംഗിൾ സി ആണ്. ഒരു കോഡ് ഉണ്ട്, AB എന്ന് വിളിക്കാം, അല്ലെ L ലെങ്ത് എഴുതാം. അതിൻ്റെ ഫോർമുല എന്താ? നമുക്ക് കിട്ടും L = 2R, 2 × റേഡിയസ്. R എന്ന് പറഞ്ഞാൽ റേഡിയസ്, ആരം. ഓക്കെ, ഇതാണ് റേഡിയസ്. ഇൻറ്റു സൈൻ ഓഫ്, സൈൻ്റെ ഉള്ളിൽ ഏത് ആംഗിളാണ്? സെൻറ്ററിൻ്റെ പകുതി. സെൻറ്ററിൽ 100 ആണെങ്കിൽ അതിൻ്റെ പകുതി എത്ര? 50 ഇടണം. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം സർക്കിൾസിൽ പഠിച്ചിട്ടുണ്ട്, ഈ സെൻട്രൽ എന്താണോ അതിൻ്റെ പകുതിയാണ് മേജർ ആർക്കിൽ വരിക. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മേജർ ആർക്കിലെ ആംഗിൾ എടുത്താൽ മതി, അതാണ് C/2. ഓക്കെ, അപ്പോൾ L = 2R sin C/2. ചിലവർ തിരിച്ച് പഠിക്കാറുണ്ട്, R = L/2 sin C/2 എന്ന് പഠിക്കും. ഏത് വേണേലും പഠിച്ചോ, ഇവിടെ ഏതെങ്കിലും ഒരു ഫോർമുല പഠിക്കുക, രണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതും കഴിഞ്ഞാൽ ആകെ ഒരു കോൺസെപ്റ്റ് കൂടി ഈ ചാപ്റ്ററിൽ, ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ. ഇങ്ങനെ ആലോചിച്ചാൽ മതി, നിങ്ങൾ എലിവേഷൻ എവിടെയാണ് കൊണ്ടുപോയി വെക്കുക? ഇംഗ്ലീഷുകാർക്ക് മനസ്സിലാവും. ഓക്കെ, എലിവേഷൻ എന്ന് പറഞ്ഞാൽ മേലേക്ക്, അല്ലേ? നമ്മൾ മേലെ എവിടെയെങ്കിലും അച്ഛനും അമ്മയെ ഒളിപ്പിച്ചൊക്കെ അല്ലേ ചെയ്യുക? എലിവേഷൻ ആലോചിക്കുക. നേരെ നോക്കുന്നതിന് പകരം, അതാണ് ലൈൻ ഓഫ് സൈറ്റ്. ഇത് നോക്കുന്നതിന് പകരം മേലേക്ക് നോക്കുക, അതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഇനി സാഡ് ആകുമ്പോൾ എന്താ? ഡിപ്രഷൻ അടിക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ താഴേക്ക് നോക്കും. ഓക്കെ, നേരെ നോക്കുന്നതിന് പകരം താഴേക്ക് നോക്കും, അതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ അഥവാ. ഓക്കെ, അപ്പോൾ ഇത് മേൽക്കോൺ, ഇത് കീഴ്ക്കോൺ. ഓക്കെ, ഇത്രേ ഉള്ളൂ. മേലേക്ക് നോക്കുന്നത്, താഴേക്ക് നോക്കുന്നത്. ഇത്
എപ്പോഴും ലൈൻ ഓഫ് സൈറ്റ്, ഇത് ആദ്യം അറിയണം. എങ്ങോട്ട് നോക്കിയാൽ സൈറ്റ് അടിക്കുക, നേരെ നോക്കിയിട്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യും, ടാൻ വെച്ചിട്ടായിരിക്കും മിക്ക ക്വസ്റ്റ്യൻസും വരിക. അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതോടെ കറക്റ്റ് 10 മിനിറ്റിൽ നമ്മുടെ കോൺസെപ്റ്റ്സ് മൊത്തം തീർന്നു. അപ്പോൾ ട്രിഗ്നോമെട്രി എല്ലാവർക്കും സെറ്റ് ആയിരിക്കും. നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. താഴെ ഡീറ്റെയിൽസ് ഇടുന്നുണ്ട്. ടാറ്റ, ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്. മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലൈവ് ക്ലാസ്സിലൊക്കെ വരാം. ബൈ ബൈ.